കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ 14 ജില്ലാ കമ്മിറ്റി പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 14 ജില്ലാ കമ്മിറ്റി പൂർത്തിയായി. ആ 14 ജില്ലയുടെ നേതാക്കന്മാരുടെ ഇന്നത്തെ കൺവെൻഷനാണ് ശരിക്കും ഇവിടെ നടന്നത്. കുറച്ച് ആളുകൾ പുറത്തുണ്ട്, അവരിപ്പോൾ വരും. ഇത് കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ആരംഭിച്ച് ഇന്ന് 14 ജില്ലയിലും വളരെ ശക്തമായിട്ടുള്ള ജില്ലാ കമ്മിറ്റി കഴിഞ്ഞിടത്തൊക്കെ മണ്ഡലം കമ്മിറ്റി. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ 14 മണ്ഡലം കമ്മിറ്റിയും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ മണ്ഡലം കമ്മിറ്റി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ സ്ഥലത്തൊക്കെ പഞ്ചായത്ത് കമ്മിറ്റി, വാർഡ് കമ്മിറ്റി, ബൂത്ത് കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള കമ്മിറ്റികളിലേക്ക് ആളുകൾ സജീവ പ്രവർത്തന ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്നുള്ള നിലയിൽ ആളുകൾ എല്ലാവരും തന്നെ ഇത് ഏറ്റെടുത്ത് ഇതിൻ്റെ ഒരു പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ UDFിനൊപ്പം ഘടക കക്ഷി എന്നുള്ള നിലയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ആളുകളുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള JRP ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വളരെ സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ച് ഓരോ മണ്ഡലത്തിലും നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം JRPയും കൂടി ഇപ്രാവശ്യം ഏറ്റെടുക്കുകയാണ്. എന്തായാലും വരും നാളുകൾ കേരളത്തിൽ ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കം വളരെ ശക്തമായിട്ടുണ്ടാവും. അപ്പോൾ ആ മാറ്റത്തിനൊപ്പം കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, ഇതുവരെയും ജാതിപരമായിട്ടും മറ്റു രീതിയിലൊക്കെ അകറ്റി നിർത്തപ്പെട്ട ഒരു ജനതയുടെ ഒരു പങ്കാളിത്തം ഇപ്രാവശ്യം ചരിത്രത്തിൽ ആദ്യമായി പൊളിറ്റിക്സിനകത്തേക്ക് എൻട്രി നടത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും വളരെ ശക്തമായിട്ട് കേരളത്തിലുടനീളം നമ്മളുടെ പ്രവർത്തകർ ഇത് ഏറ്റെടുക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ജില്ലകളിലും പഞ്ചായത്തിലും വാർഡുകളിലും മണ്ഡല ബ്ലോക്ക് ഇങ്ങനെയുള്ള കമ്മിറ്റിയിൽ ദ്രുതഗതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും താമസിയാതെ അതൊക്കെ തന്നെ പെട്ടെന്ന് പൂർത്തിയാകുകയും അതിൻ്റേതായിട്ടുള്ള ഒരു കൺവെൻഷൻ അടുത്ത നാളുകളിൽ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പും കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ UDFിൻ്റെ മുന്നണിക്കകത്ത് ഞങ്ങളും കൂടെ ഉണ്ട്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നമ്മൾ അവരോട് 2 സീറ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 മാനന്തവാടി നിയോജക മണ്ഡലവും 2 ബാലുശ്ശേരി മണ്ഡലമാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യപ്പെട്ട സമയത്ത് എതിരായിട്ട് നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായവും ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്ത നാളുകളിലൊക്കെ തന്നെ അതിൻ്റെ ചർച്ച വളരെ സജീവമായിട്ട് നടക്കും. അപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് ഇത്തരം ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ചർച്ചയിലും വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ JRPയുടെ ഭാഗത്തു നിന്നുണ്ടാവും. JRPയുടെ എല്ലാ പ്രവർത്തകരും വളരെ സജീവമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, ഈ വരും നാളുകളിലെ ഇലക്ഷനെ അഭിമുഖീകരിക്കാനുള്ള ഒരു തയ്യാറാവുന്നതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ശരിക്കും ഇന്നത്തെ ഈ ജില്ലാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. അപ്പോൾ എല്ലാ ജില്ലകളിലെ പ്രവർത്തകർ വളരെ സജ്ജമായിട്ട് അത് ഏറ്റെടുത്ത് അവരവരുടെ ജില്ലകളിൽ പോയി പ്രാദേശിക തലത്തിലുള്ള ശക്തമായിട്ടുള്ള ഇടപെടലിന് എല്ലാവരും സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് JRPയുടെ ഭാഗത്തുനിന്ന് ശരിക്കും ഇപ്പോൾ പറയാനുള്ളത്.